ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഈ തമ്പനയിൽ കാണുന്ന പോലെ ഒരു ഗാർലൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനൊക്കെ ഈ ഗാർലൻഡ് മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ മേടിക്കാൻ കിട്ടാത്തവർക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഗാർലൻഡ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ കവറുകളാണ്. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെയോ റസ്കിൻ്റെയോ എങ്ങനത്തെ കവറുകളായാലും കുഴപ്പമില്ല, ഇതുപോലത്തെ കവറുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്തിട്ടും ഇതേ മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടി സ്റ്റിഫ്നെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ കവേഴ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കവർ നമ്മളങ്ങ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്ക് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതാ ഈ ഒരു വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കവറിൻ്റെ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇതുപോലെ മടക്കുകയാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മളിങ്ങനെ മടക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെൻറ്റർ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സെൻറ്ററിൽ ഭാഗം മാത്രം നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ വെക്കണം, കട്ടായി പോരുത് കേട്ടോ. ഫുള്ളായിട്ട് കട്ടാവരുത്. സെൻറ്റർ കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്, അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വളരെ ഈസിയാണ്. ഒരു സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. നമ്മൾ ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് നൂല് സൂചി കുത്തുക, അടുത്തടുത്ത് കുത്തുക, അങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇതിനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ കയറ്റിയെടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി, ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇത് ചെയ്തു. അതിന് ശേഷം ഈ ഒരു എൻഡ് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുത്തേക്കാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ അത് പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കെട്ടിക്കൊടുത്തത്. എന്നിട്ട് ഇതിനെ ഇതേപോലെ നമ്മൾ താഴ്ത്തോട്ടാക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിരിച്ചൊക്കെ കൊടുത്ത് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. ഒരു ഗാർലൻഡിൻ്റെ ഒരു ഇത് വരില്ല, അതുപോലെ ചെയ്യുക. അതേപോലെ നമ്മൾ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം അത് നമ്മൾ ഇതേപോലെ കോർത്തെടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അത് കറക്റ്റായിട്ട് ഒരു ഗാർലൻഡിൻ്റെ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഗാർലൻഡിൻ്റെ ഒരു ഫിനിഷിങ്ങിലോട്ട് നമുക്കിത് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിൽവർ കളർ മാത്രം മതിയെങ്കിൽ ആ ഒരു ഭാഗം മാത്രമാക്കി വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടി കളറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആ ഭാഗം മാത്രം കാണുന്ന വിധത്തിൽ കോർത്തെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സിൽവർ മാത്രമുള്ളൊരു കവറും എടുത്തിട്ടുണ്ട്, അതുപോലെ മൾട്ടി കളറും വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ കവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഗാർലൻഡ് കിട്ടും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഏത് കളേഴ്സ് ആയാലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മൾട്ടി യൂസാണ്, ഗ്രീൻ മാത്രമില്ലല്ലോ, എല്ലാ കളേഴ്സും അതിൽ മിക്സ്ഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം, മൾട്ടി കളേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരു കളർ മാത്രം മതിയെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നോക്കിയെടുത്താൽ മതി. അതുപോലെ ചെയ്യുന്ന സമയത്തും ഈ ഒരു സിൽവർ കളറും പുറത്തോട്ട് വരുന്ന വിധത്തിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗാർലൻഡ് ഉണ്ടാക്കുക എങ്ങനെയാണ് വീട്ടിലെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റ് ആയിട്ടുള്ള കവറുകളോ പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.